പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിയാത്ത ഒരു ബന്ധം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന് പിരിയാത്ത ഒരു ബന്ധം അത് കർത്താവ് നമുക്ക് തരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിഷേകാഗ്നിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ഒരുങ്ങി തയ്യാറായി 8 ആകുമ്പോഴത്തേക്ക് നോക്കി എല്ലാം റെഡിയായിരിക്കുന്ന നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ്, ആ സ്നേഹം ഓർത്ത് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുവാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേപോലെ തന്നെ അഭിഷേക ശുശ്രൂഷ തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു 8:15 അല്ലെങ്കിൽ 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബന്ധുക്കള്, അതേപോലെ നമുക്ക് പരിചയമുള്ളവർ, നമ്മൾ പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ തോന്നുന്നു, അങ്ങനെ പരിശുദ്ധാത്മ തോന്നി, അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് പറയണം അഭിഷേകാഗ്നിയുടെ കാണുന്ന കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ, പരിശുദ്ധാത്മ അങ്ങനെ പ്രചോദനം തന്നു, അങ്ങനെ ഒരു പ്രേരണ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പറയണം. അപ്പോൾ അത് അനേകർക്ക് അതൊരു ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ വരെ ഒരു ഉണർത്തൽ നടക്കുന്ന പത്രോസ്ലീഹ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ശുശ്രൂഷകൾക്ക് മുൻപും ധാരാളം സമയം ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഒറ്റയ്ക്ക് സ്തുതിക്കുന്ന പോലെയല്ല, ഈ ഗ്രൂപ്പായിട്ടാണ് സ്തുതിക്കുന്നത്. കാര്യം വീട്ടിലിപ്പോൾ നിങ്ങൾ 4-5 പേരെ ഉള്ളൂ എന്ന് കരുതുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേര്. പക്ഷേ അങ്ങനെയല്ല, ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, 10,000 ചേർന്നാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ കൂട്ടായ്മയുള്ള പ്രാർത്ഥന തുടങ്ങുമ്പോൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സംഭവിക്കും. അത് വിശ്വസിക്കണം. വിശ്വാസം ഇല്ലാത്തവർ, ചില കുറവുള്ളവർ ഈ സാക്ഷ്യം കേട്ടോ. എൻ്റെ പേര് പാമി, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ 11ാം വയസ്സ് തൊട്ട് എനിക്ക് ബീഫ്, പോർക്ക്, മട്ടൺ ഇവയോടൊക്കെ എനിക്ക് അലർജി ആയിരുന്നു. അതായത് ഈ മീറ്റ് ഐറ്റംസ് അല്ലേ, പോർക്ക്, ബീഫ്, ചിക്കനും ഫിഷ് എനിക്ക് കഴിക്കാം, ബാക്കിയൊന്നും ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു പീസ് കഴിച്ചാലും അല്ലെങ്കിൽ അതിന്റെ ഗ്രേവി കഴിച്ചാൽ പോലും എന്റെ ഫുൾ ബോഡി ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ പൊങ്ങി അലർജി ഇങ്ങനെ ഫുൾ പൊങ്ങി വന്ന ശേഷം പിന്നെ ബോധം കെട്ട് വീഴും. അതായത് വട്ടയപ്പം കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ, വട്ടയപ്പം കണ്ടിട്ടുണ്ടോ, അതേമാതിരി ആവുന്നത് ഇങ്ങനെ ശരീരത്തിൽ അലർജി. അപ്പോൾ എൻ്റെ 11 വയസ്സോട് തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ 18ാം വയസ്സിൽ, അതായത് ജൂൺ 5, 2015 ഇവിടെ 1 ഡേ റിട്രീറ്റിന് ഇവിടെ വന്നിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് ഈ അലർജിയോട് എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. അത് അക്കസ്റ്റമഡായി അല്ലേ, അലർജി കൂടെ കുഴപ്പമില്ല, ഒരു സാധനം ഇരുന്നോട്ടെ വിചാരിച്ച്. ഈ ദൈവത്തോടെ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ മമ്മ എന്നോട് പറഞ്ഞു ഈ അലർജീനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ഈ അലർജി വിട്ടു പോവുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താൻ, കരഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞ്. പക്ഷെ എനിക്ക് വലിയ വിഷമം ഇല്ലാത്തതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ അത്ഭുതം സംഭവിക്കും തന്നെ എനിക്ക് വലിയ ആ ഒരു ഉറപ്പില്ലായിരുന്നു, ഒരു പ്രതീക്ഷ. അതായത് നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കില്ല. നമ്മുടെ ഇടയിൽ അങ്ങനത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. രോഗം വന്ന് ആശുപത്രിക്ക് പോവുക, അല്ലാതെ രോഗം വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയൊന്നും നമ്മൾ അന്ന് കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പക്ഷേ അതേപോലെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവവചനമൊക്കെ പഠിച്ച് ഇവിടെ വന്ന് വചനം കേട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, ശരിക്കും പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും കുട്ടിക്ക് അത്ര പ്രതീക്ഷാ നിർഭരമായ വിശ്വാസമില്ല, ഒരു ക്രിയേറ്റീവ് ഫെയ്ത്തില്ല, പ്രതീക്ഷാ നിർഭരമായൊരു വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സുഖപ്പെടും എന്നൊരു വിശ്വാസം, അത് അത്രയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാലും മമ്മി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച്. എന്നിട്ട് സ്തുതിപ്പിൻ്റെ സമയത്ത് ഈ വട്ടായിലച്ഛനായിരുന്നു അന്ന്. വട്ടായിലച്ഛൻ പറഞ്ഞു 2 പേരുടെ അലർജി സുഖപ്പെട്ടു. ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി അത് എനിക്ക് സുഖപ്പെട്ടു. അങ്ങനെ ആ സമയം തൊട്ട് വിറയ്ക്കാനും കരയാനും തുടങ്ങി. ആ സമയത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ മെസ്സേജ് തന്നു, ഇതാ ഇപ്പോൾ ഈ സമൂഹത്തിൽ അലർജിയുള്ള 2 പേരുടെ അലർജി പീഡകൾ മാറുന്ന സൗഖ്യം കിട്ടുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ ചില ഷിവറിങ് എക്സ്പീരിയൻസ്, അതുപോലെ കുട്ടി ഇങ്ങനെ നിയന്ത്രണമില്ലാതെ കരയാൻ തുടങ്ങി. അവിടെ ആ സമയത്ത് സൗഖ്യം സംഭവിച്ചു. സന്തോഷത്തോടെ മാസ് തുടങ്ങുന്നത് വരെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം സ്തുതിക്കുന്ന സമയത്ത് ചുറ്റും എന്താ നടക്കുന്നത് ഒന്നും അറിയുന്നില്ല, അച്ഛൻ എന്താ സംസാരിക്കുന്നത് ഒന്നും കേൾക്കണില്ല, ഫുൾ ടൈം സ്തുതിപ്പായിരുന്നു. ആ ഒരു വലിയൊരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം പിന്നെ അതായത് രാവിലെ 10 മണിക്ക് വേണ്ടിയാണേ, 12 മണിക്കാണ് കുർബാന. അതുവരെ ഇങ്ങനെ ആ കസേര ഇരുന്ന് ഇങ്ങനെ സ്തുതിച്ചു, ബാക്കിയൊന്നും അറിയണില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ണുനീർ വരുന്നു, സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
സ്തുതിപ്പ് അങ്ങനെ ഈ റിട്രീറ്റിന് ശേഷം പാരൻസ് ഒക്കെ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ശേഷം ബീഫ് എടുത്ത് കഴിക്കാം. അങ്ങനെ ഒരു പീസ് എടുത്ത് കഴിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അലർജി സിംറ്റംസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരുമാതിരി ചെറുതായിട്ടൊരു തലകറക്കം മാതിരി അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ് മാതിരി എനിക്ക് അതേമാതിരിയൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി ഇത് ശരിക്കും സംഭവിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ പേടിക്കല്ലേ, അതിന് പകരം ഈ വിശ്വാസ പ്രമാണവും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസത്തിന് ഒരാൾ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് അതിന് അനുഭവത്തിലേക്ക് വരണം. മമ്മി നല്ലൊരു കൃപയുള്ള മമ്മിയാണ്. കൃപയുള്ള മമ്മി ശരിക്കും പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പമില്ല. എപ്പോൾ കഴിച്ചാലും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ കഴിക്കണം. നന്ദി പറഞ്ഞ് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ എല്ലാ ഭക്ഷണവും എടുത്ത് കഴിക്കും. ഗ്രേവി കഴിക്കാം അല്ലേ? കഴിക്കാം. കഴിഞ്ഞ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ കഴിച്ചു, ഒരു കുഴപ്പമില്ല. ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാ തരത്തിലുള്ള മീറ്റ് ഐറ്റംസ് കഴിക്കും. ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കാം, താറാവിനെ കഴിക്കാം, മുയൽ കഴിക്കാം. അല്ലെങ്കിൽ വെറും ചിക്കൻ മാത്രം അല്ലേ? ചിക്കനും മീനും മാത്രം. ദൈവമേ, ചിക്കൻ കഴിച്ചാകെ വിഷമിച്ചിട്ടുണ്ടാവും. നല്ല കൃപകൾ സൗഖ്യം അങ്ങോട്ട് കൊടുത്തു. അലർജി പീഡമ ഇത് 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് കംപ്ലീറ്റ് ഒറ്റ സാറ്റർഡേ ശുശ്രൂഷ ഒറ്റ സ്തുതിപ്പിന്റെ സമയത്ത് അങ്ങോട്ട് ഹീലിംഗ് കിട്ടി. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 22 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുവചനം, ഇസ്രായേലിൽ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവനെ ഞങ്ങളെങ്കിൽ പുകഴ്ത്തുന്നു മഹത്വപ്പെടുന്നു പറഞ്ഞ സങ്കീർത്തകൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സിംഹാസനം ഒരുങ്ങുകയാണ്, സ്തുതിയുടെ സിംഹാസനം. ആ സ്തുതിയുടെ സിംഹാസനം ഒരുങ്ങിയാൽ അവിടെ ദൈവം വന്നിരിക്കും. ദൈവം വന്നാൽ ഇതേപോലത്തെ പ്രവർത്തികൾ നടക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സ്തുതിപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനേകം മെസ്സേജുകൾ പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ സ്പിരിച്വൽ ഗൈഡൻസിന് പോയി കഴിഞ്ഞാൽ സ്തുതിപ്പിൻ്റെ സമയത്ത് ഒരുപാട് മെസ്സേജുകൾ പറയും. കാരണം ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുക വലിയ ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ സ്തുതിക്കുക എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ സമയത്ത് മാത്രമല്ല, ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന സമയം കൊണ്ട് കുറേ സമയം സ്തുതിക്കാൻ സമയം കണ്ടെത്തണം. നമുക്ക് ചാടി എഴുന്നേൽക്കാം, നല്ല സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും കർത്താവിനെ സ്തുതിക്കണം, വിഷമിക്കരുത്. നല്ല ഹാപ്പിയായിട്ട് കർത്താവിനെ സ്തുതിക്കണം. കരങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ശരീരവും മനസ്സും കരങ്ങളും ആത്മാവും എല്ലാം ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് പാടാമോ? കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 8-ാം സങ്കീർത്തനത്തിൽ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് ശത്രുക്കളുടെ കോട്ട തകർക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മന്ദിരങ്ങളിൽ വലിയ സ്തുതിപ്പിന്റെ കോട്ട കെട്ടി. കർത്താവേ, ദൈവസ്തുതിപ്പ് നടക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ ഒഴിയും. ദൈവസ്തുതിപ്പ് നടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദൈവസ്തുതി സമയത്ത് രോഗശാന്തികൾ ഉണ്ടാകും. ദൈവസ്തുതി സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടും. ദൈവസ്തുതിപ്പിന്റെ സമയത്ത് അനേകം കുട്ടുകൾ അടിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കുന്നു. വചനത്തിൽ ശക്തിയ നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ. പാപപരീക്ഷകൾ തകർന്നിടട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ ശക്തിയ നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ. പാപപരീക്ഷകൾ തകർന്നിടട്ടെ. ഹല്ലേലൂയ. തടവറയിൽ സ്ത്രീകന്മാരൊന്നു ചേർന്ന് സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടം സ്തുതിച്ചിടുന്നു. തടവറയിൽ സ്ത്രീകന്മാരൊന്നു ചേർന്ന് സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടം. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു.
ഹല്ലേലൂയ. കരമടിച്ച തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകനാമം യേശുനാമം പാവനനാമം സ്തുതിച്ചിടുന്നു. ഏകനാമം യേശുനാമം പാവനനാമം പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സ്തുതിപ്പിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ സമൂഹത്തിന്റെ നടുവിൽ ഇപ്പൊ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവുണ്ട്. അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന മണിക്കൂറാണല്ലോ ഇത്. അലർജി രോഗങ്ങളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്ന സമയമാണിത്. പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, തടസ്സങ്ങൾ നീങ്ങി പോകുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നു. ഭയപ്പെട്ടിരിക്കുന്ന ധൈര്യത്തിന്റെ കൃപ നിറയുന്നു. പല പ്രത്യാശ ആനന്ദവും സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ് കവിയുന്നു. ആരാധന 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 ആരാധന. കഠിനമായി പോയ ഹൃദയങ്ങൾ ഇപ്പോൾ നാമസലമായി അനുതാപ കൃപ കൊണ്ട് നിറയുന്നു. ആരാധന ആരാധന സ്വയ ആരാധന ആരാധന സ്വയ ആരാധന ആരാധന സ്വയ ആരാധന ആരാധന സ്വയ ആരാധന. പരിശുദ്ധ അമ്മ തൻ്റെ വെളിപ്പെടുത്തലുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്കത് ഓർത്തുകൊണ്ട് അമ്മേ സ്തുതിപ്പിൻ്റെ കൃപ തരണം. തുറന്ന് കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അമ്മ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എങ്ങനെ നടത്തിക്കൊണ്ടു പോകും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷേ വിഷയം കേൾക്കുമ്പോൾ പലവിധ ചിന്തകൾ മനസ്സിൽ വരാം. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമ്മൾ നിർബന്ധിതരായിത്തീരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാകാം. ഒരു ഇടവകയിലാണെങ്കിൽ ഒരു പള്ളിയിൽ കൈക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലേ? അപ്പം എൻ്റെ ഒരു ഉത്തരവാദിത്തം. ഒരു കുടുംബ യൂണിറ്റ് ലീഡർ ഉത്തരവാദിത്തമാണ്. ഒരു സംഘടനയുടെ ഭാരവാഹി. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ദൈവം ഏൽപ്പിക്കുന്ന അധികാരം, അതെല്ലാം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ആയാസകരമായ ഒരു സംഗതിയാണ്. ഒരുപക്ഷെ പല ആദികൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഞാൻ ഓർക്കാണ്, ഞാൻ കൊച്ചനായി അതിനുശേഷം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നതിൻ്റെ സമയം ഓർക്കാണ്. സെഹിയോൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് അത്രയും ഒരു കൃപയിൽ നിൽക്കുന്ന ഒരു സ്ഥലം. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ തുടങ്ങി, അല്ലേ? നിങ്ങളെ ലെവൽ ചിന്തിച്ച് നോക്കുക. നമ്മൾ വെറും കൊച്ചനായിട്ട് വരുന്നൊരു കാലഘട്ടം. അന്ന് ധ്യാന കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകും, ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു. വേറെ ഉദാഹരണം പറയാം. ഈ അഭിഷേകാന്തി എപ്പിസോഡ് തന്നെ അത് വർഷങ്ങളോളം വട്ടാരച്ചൻ ചെയ്തൊരു ശുശ്രൂഷ. പിന്നെ എന്നോട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ റെക്കോർഡിങ്ങിന് സഹായിക്കുന്നവർക്കറിയാം, എനിക്കുണ്ടായ ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെ വചനാധിഷ്ഠിതമായി മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നൽകപ്പെടുന്ന ഒരു ഭരണ ചുമതല, നമുക്ക് നൽകപ്പെടുന്ന ഒരു ഉത്തരവാദിത്വം, നമുക്ക് നൽകപ്പെടുന്ന ഒരു അധികാരം, അത് വെറുതെ തരുന്നതല്ല.
അത് വെറുതെ അങ്ങ് കിട്ടുന്നതല്ല, കുറച്ച് വോട്ട് കൊണ്ട് കിട്ടുന്നതല്ല, കുറച്ചത്തെ ഒരു തീരുമാനിച്ചുകൊണ്ട് നടക്കുന്നതല്ല. അത് ദൈവം തരുന്നതാണ് എന്ന് ആദ്യമേ തന്നെ മനസ്സിൽ പതിയണം. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 37-ാം തിരുവചനം, രാജാവേ, രാജാതിരാജനായ നിനക്ക് സ്വർഗസ്ഥനായ ദൈവം അധികാരവും ശക്തിയും മഹത്വവും നൽകി. നബൂഖദ്നേസർ രാജാവ്, ബെൽഷാസർ രാജാവ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള രാജാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിൽ അവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്, രാജാവിനെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ അധികാരം നിനക്ക് നൽകിയിരിക്കുന്നത് ദൈവമാണ് നൽകിയിരിക്കുന്നത്. ഒരു വിജാതീയ രാജാവാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ടെന്നൊരു സൂചന അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. റോമാലേഖനത്തിലും അതേപോലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലുമൊക്കെ ഫറവോയെ തെരഞ്ഞെടുത്തതിന് പുറകിൽ പോലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം ദൈവമാണ് തന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു കോൺവെൻറ്റിൻ്റെ സുപ്പീരിയർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ ഇടവകയുടെ ഭരണ ചുമതലയുള്ള ഇടവകയുടെ വികാരിയായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് മെമ്പറായിരിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കീഴിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ മേൽ നമുക്കൊരു അധീശത്വമുണ്ട്, ഒരധികാരമുണ്ട്. അത് അത്യുന്നതനായ ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് പതിയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ, പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന് 1-ാം തിരുവചനം, ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരം ഇല്ല, നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവമാണ് ഒരു കാര്യം നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം നമ്മളെ അങ്ങനെ വെറുതെ കൈവിട്ട് കളയില്ല. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേസ്, ഒരു കൃപ, മറ്റു വാക്ക് പറഞ്ഞാൽ ഒരു പ്രത്യേക അഭിഷേകവും ദൈവം ആ ഉത്തരവാദിത്തം, ആ ഭരണ ചുമതല, ആ ഒരു അധികാരം ഏറ്റെടുക്കുമ്പോൾ ദൈവം നമുക്ക് തരും എന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് പിതാവായ ദൈവം, പുത്രനായ ഈശോ പറയാണ്, പിതാവായ ദൈവം എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഈശോ പറയുകയാണ്, ഞാൻ തന്നെയല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ യേശയ്യാ പ്രവചനം പഠിപ്പിക്കുന്നത്, അവിടുന്ന് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയല്ല, നിന്നെ കൈവിടുകയല്ല. മോശയോട് പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം, ദൈവത്തിൻ്റെ പ്രോമിസ് ആണ്. ദാവീദ് ചോദിക്കുന്നത് എങ്ങനെ പറ്റും? യു ഡോണ്ട് വറി, ഐ ആം വിത്ത് യു. സാവൂളിനോട് പറയുകയാണ്, നീ എന്നോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും, നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഇതാദ്യം നമ്മുടെ മനസ്സിൽ പതിയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മനസ്സിൽ ഈ കാര്യം പതിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു സമൂഹത്തെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, നമുക്കൊരു സ്ഥാപനത്തെ റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം ദൈവത്തിൻ്റെ കൃപയിൽ ഈ കാലഘട്ടത്തിൽ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് ചില സംഗതികൾ നമുക്ക് നേടിയെടുത്താൽ കാര്യങ്ങളെല്ലാം വളരെ ഈസിയാവും. അപ്പോൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുമെന്നുള്ളതാണല്ലോ വിഷയം. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മനസ്സ് മടുത്ത് പറയാറുണ്ട്, ഇതെങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എങ്ങനെ ഇതൊന്നും ഈ പിള്ളേരെ എങ്ങനെ മേയിച്ചോണ്ട് പോകാന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഇത് മേയിച്ചോണ്ട് പോകാൻ പറ്റും? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ മക്കളൊക്കെ യൗവനത്തിന്റെ പല കാലഘട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ എങ്ങനെ ഈ മക്കളെ ഒന്ന് നയിച്ചുകൊണ്ട് പോകാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ചില സംഗതികൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, മുട്ടുകുത്തി എളിമയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ നിന്ന് വിവേകവും ജ്ഞാനവും കിട്ടാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക പ്രാർത്ഥന ആരംഭിക്കണം. ഇതൊരു ആത്മീയ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ പൊതുസേവന സേനത്തിൽ ബാധകമാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം, അവിടെ ദൈവം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ്
അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ പ്രാർത്ഥിക്കുകയാണ്. സോളമൻ ഇതേ പ്രശ്നമുണ്ട്. ഈ കടൽ പോലെ കിടക്കുന്ന ഈ ജനത്തെ ഭരിക്കാൻ എങ്ങനെ ആർക്ക് കഴിയും? അതുകൊണ്ട് എനിക്ക് ജ്ഞാനം തരണം, എനിക്ക് വിവേകം തരണം. സോളമൻ പ്രാർത്ഥിക്കുകയാണ്. ഇതേ പ്രാർത്ഥന മറ്റൊരു സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 1:10, 2 Chronicles chapter 1:10. ഈ ജനത്തെ നയിക്കുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ മുട്ടിപ്പായിട്ട് ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനവും വിവേകവും വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്, അറിവും ശക്തിയും എൻ്റേതാണ്. രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ്. ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു. പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. കാര്യങ്ങൾ നടത്താൻ കാര്യ വൈഭവ ശേഷി വേണം. ഇത് നന്നായിട്ട് ഭരിക്കണം. നാടുവാഴികൾ ഇതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വിവേകം നമ്മൾ നിറയപ്പെടാൻ വേണ്ടി മുട്ടിപ്പായിട്ടൊരു പ്രാർത്ഥന ആരംഭിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ സംഗതി, ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകുന്നത് രണ്ടാമത്തെ സംഗതി, ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന്, അതായത് വചനത്തിൻ്റെ മാർഗത്തിൽ നിന്ന്. അത് മാത്രം പോരാ, സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളിൽ നിന്നും ഇടം വലം വ്യതിചലിക്കാതെ പോയാൽ ഇതെല്ലാം വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ വായിക്കുന്നത് സക്കറിയ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനത്തിലാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവർ ഇടയിലേക്ക് കടന്നു വരാനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തിന്റെ മാർഗം എന്ന് പറയുന്നത് വചനത്തിലാണ്. അത് മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ ദൈവം ഓരോ സമയത്ത് ഓരോ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതിനകത്ത് നിന്ന് ഈ ലോകത്തിന് സമ്മർദ്ദം വരും. ഹെരോദേസിന് സമ്മർദ്ദം വന്നു, പീലാത്തോസിന് സമ്മർദ്ദം വന്നു. ബൈബിൾ ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ വചനത്തിന്റെ വഴിയിൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉറച്ചു നിന്നാൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ, അത് സഭയുടെ നേതൃത്വത്തിലുള്ളവരാണെങ്കിലും ശരി, സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ളവരാണെങ്കിലും ശരി, ഓരോ മേഖല നേതൃത്വത്തിലാണെങ്കിലും ശരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിച്ച് വചനത്തിനനുസരിച്ച് പോയാൽ കാര്യങ്ങൾ ക്രമീകരിക്കും. ദൈവജനം നമ്മുടെ കൂടെ നിൽക്കും. അത് വചനത്തിനൊരു അഷുറൻസ് ഉണ്ട്. സക്കറിയ പ്രവചനത്തിൽ 6:15 വചനം വെളിപ്പെടുത്തുകയാണ്, വിദൂരത്തിൽ നിന്ന് ആളുകൾ വന്ന് കർത്താവിന്റെ ആലയത്തിന്റെ പണിയിൽ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന് ഇടവകയിൽ ആൾക്കാർ കൂടെ നിൽക്കുന്നില്ല, സ്ഥാപനത്തിൽ ആൾക്കാർ കൂടെ നിൽക്കുന്നില്ല, സഭയിൽ ആൾക്കാർ കൂടെ നിൽക്കുന്നില്ല, ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകർ കൂടെ നിൽക്കുന്നില്ല, സെമിനാരിയിൽ പ്രദേശത്ത് കൂടെ നിൽക്കുന്നില്ല. എവിടെ ഇങ്ങനത്തെ പരാതിയും വിഷമവും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. പരിശുദ്ധാത്മാവ് നൽകുന്ന കാലഘട്ടത്തിന്റെ പ്രചോദനങ്ങൾ അനുസരിക്കണം. അവിടെ ജനം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റാത്ത, ഇതൊന്നും അങ്ങനെ എടുക്കാൻ പൊങ്ങാൻ പറ്റും നമുക്ക് കൊണ്ട് പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ദൈവമാണ് ഏൽപ്പിച്ചെങ്കിൽ ദൈവത്തിന് നടത്തിക്കൊണ്ട് പോകാൻ ദൈവത്തിന്റെ വഴികളും ഉണ്ട്. അതിൽ നമ്മൾ പോകണമെന്ന് മാത്രം. മൂന്നാമത്തെ സംഗതി, നമുക്ക് ഏൽപ്പിച്ചു തരുന്നത്, അതെൻ്റെ സഹോദരൻ, നമ്മുടെ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വരുന്ന, നമ്മൾ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന പണിക്കാരനാണെങ്കിലും ശരി, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയാൻ, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഈശോയിലേക്ക് നയിക്കണം. ആത്മാക്കളുടെ മേൽനോട്ടമായിരിക്കണം വഹിക്കേണ്ടത്, സ്ഥാപനത്തിന്റെ മേൽനോട്ടമല്ല. അവിടെയാണ് എൻ്റെ സഹോദരങ്ങൾ എല്ലാ കാര്യം ഈസിയായിട്ട് നടന്നു പോകാൻ വേണ്ടി പറ്റുന്നത്. ഇന്ന് വലിയ പ്രഗത്ഭമായ സ്ഥാപനങ്ങൾ പോലും നടത്തിക്കൊണ്ട് പോരാൻ പറ്റാതെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എവിടെയാണ് പിഴവ് പറ്റുന്നെന്ന്. 110-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുവചനം, രാജാവിന്റെ സ്ഥാനാരോഹണം, ദാവീദിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈശോ മിശിഹായെ കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തൽ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് അവിടെ.
വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ ദൈവജനത്തെ നീ കർത്താവിന്റെ മലയിലേക്ക്, ജെറുസലേമിലേക്ക്, ദേവാലയത്തിലേക്ക്, കർത്താവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, എന്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ യുവജനങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ യുവജനങ്ങൾ ഉഷസ്സിന്റെ മഞ്ഞെന്ന പോലെ നിന്റെ അടുത്തേക്ക് വരുമെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ഓർക്കണം, നമ്മൾ എവിടേക്ക് എത്തിക്കുന്നതെന്ന് ഓർക്കണം. വാട്ട് ഇസ് അവർ ടാർഗറ്റ്? ഹെബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 17-ാം തിരുവചനം, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അപ്പൊ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സംഗതി മാത്രം ഇങ്ങനെ നടത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ദൈവം കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. ദൈവം കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. ദൈവം കൂടെ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം വളരെ കൃപയിൽ നടക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാലാമത്തെ സംഗതി നമ്മൾ വായിക്കുന്നത് ദാനിയേൽ 7:27 ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട നാലാമത്തെ സംഗതി എന്ന് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, വലിയ ഒരു വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നീ നിറയണം എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ആരും അറിയാതെ രഹസ്യ പാപങ്ങളിലെ പേക്കൂത്തുകളിൽ മുഴുകിയിരുന്നിട്ട് ദൈവജനത്തെ നയിക്കാമെന്നും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നത് വ്യാമോഹമാണെന്ന് വിചാരിച്ചു. നടക്കില്ല. അവിടെയാണ് അസാമാന്യമായ ഒരു വിശുദ്ധി വേണം. അവിടെയാണ് എല്ലാ കാര്യവും കോർഡിനേറ്റ്. നിങ്ങൾ എന്ത് ചോദിക്കുക? സോളമൻ, ഇതേപോലെ ഉണ്ടായിരുന്ന സോളമന്റെ കാര്യം ചെന്ന് ചിന്തിക്കുക. സോളമൻ ജഡത്തിന്റെ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? പ്രഭാഷണം 47 പഠിപ്പിക്കുന്നുണ്ട്. രാജ്യം നെടുകയും കുറുകയും വിഭജിക്കപ്പെട്ടു പോയില്ലേ? Praise the Lord. Praise the Lord. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 1 തിമോത്തി 1:12, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വിശ്വസ്തനാണോ? വിശ്വസ്തനായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചത്. ആ വിശ്വസ്തത നമ്മൾ പുലർത്തിയാൽ അതുപോലെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. എല്ലാ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മളല്ല, ദൈവമായിരിക്കും ചെയ്യുന്നത്. ആത്മശോധന നടത്തണം, തീരുമാനങ്ങൾ എടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിപ്പോൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ഓർക്കാം. കുടുംബത്തെ നന്നായിട്ട് നയിച്ചുകൊണ്ട് പോകണം. ഇടവകളിലെ ശുശ്രൂഷകൾ, സംഘടനകളിലെ ശുശ്രൂഷകൾ, ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ, ധ്യാനകേന്ദ്രത്തിൽ, സമൂഹ സമർപ്പിത ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കാൻ മടപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥിക്കേണ്ട സമയമാണ്, പ്രാർത്ഥിക്കേണ്ട മണിക്കൂറാണ്. ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങ് ദാനമായി നൽകിയ അധികാരങ്ങൾ, അതിന്റെ കൃപയിൽ ശുശ്രൂഷയാൻ വേണ്ടതെല്ലാം സ്വർഗത്തെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം, വചനം, വിവേകം, വിശുദ്ധി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ആഗ്രഹത്തോടെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം, വചനം, വിവേകം, വിശുദ്ധി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ.